സാക്ഷി പണ്ടടക്കമുള്ള തട്ടിപ്പടക്കമുള്ള ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയാണ്. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല എന്നറിയാം. തുറന്ന് തന്നെ പറയുക. ഈ സംഘപരിവാർ നിങ്ങളെ കുടുംബത്തെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. അത് വിനോദിന്റെ ജീവിതത്തില് മറക്കാനാവാത്ത ഒരു ആക്രമണ സംഭവം പറയുമ്പോഴത്തേക്ക് ഒരു ആസിഡ് അടക്കമുള്ള സാധനങ്ങൾ ഫുൾ സെറ്റായിട്ട് വന്നിട്ടായിരുന്നു. വിഷ്ണുവിന്റെ ഈ പദ്ധതി പാർട്ടി നന്നായി സഹായിച്ചു കുടുംബം. ഒരിക്കലും അവനുമായിട്ട് അങ്ങനെ സംസാരിച്ച് 5 മിനിറ്റ് സംസാരിച്ച ഒരാൾ അയാളെ മറക്കത്തില്ല. പിന്നെ ഒരു കുറവും അവന് കണ്ടെത്താൻ പറ്റില്ല. അച്ഛൻ നല്ല നെക്സൽ വിശ്വാസം ഉണ്ടായിരുന്ന വിഷയം. ഇപ്പൊ സിനിമ അഭിനയത്തിന്റെ ഒരു കൈ നോക്കുന്നു. അപ്പൊ ഇപ്പോ നിലവിൽ 1,65,000 മേലുള്ള കുട്ടികളെ, പെൺകുട്ടികളെ ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ പഠിച്ചു. പൊളിറ്റിക്സ് കേരള വേറിട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. എപ്പോഴും നേരിൽ നേർക്ക് വിരൽ ചൂണ്ടുന്ന വ്യക്തിത്വങ്ങളെ. അതിലൊരു വ്യക്തിത്വമാണ് ഹാൻഷി ബി വിനോദ് കുമാർ. ഷിറ്റോറിയ കരാട്ടയിൽ 9th ഗ്രേഡ് ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഇന്ത്യയിലെ 2 പേരിൽ ഒരാൾ. അതിലുപരി കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സഖാവ്. അതിനെല്ലാം ഉപരി ഒരു കാലത്ത് കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ രക്തസാക്ഷി വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ. നമസ്കാരം. നമസ്കാരം. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് സംസാരിക്കാനുണ്ട്. ഉള്ളിലെ നീറ്റൽ ഇപ്പോഴും മാറിയിട്ടില്ല. വിഷ്ണു മരിച്ചിട്ട് 10 വർഷം, ഇപ്പോ 16 വർഷം. 16 വർഷം ഇന്നലെ കഴിഞ്ഞ പോലെ. അതെ. ഓടിച്ചാടി നടന്ന കുഞ്ഞിന് പെട്ടെന്ന് എന്തായിരുന്നു വിഷ്ണുവിന്റെ കൊലയ്ക്ക് പിന്നിലെ ആ ഒരു RSS മോട്ടീവ്? അയാളൊരു നല്ല പൊതുപ്രവർത്തകനായിരുന്നു. അല്ല, ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നടത്തിയ ചില ഗുണ്ട നേതാക്കൾ നടത്തിയ ഒരു അറ്റംപ്റ്റ്. അതിനകത്ത് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ഇപ്പോഴും നമുക്ക് ഇതല്ല. പക്ഷെ അത് ആ ബേസിൽ തന്നെ നടത്തിയതാ. അതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ അങ്ങനെ നടത്തിയൊരു ഇതാണ്. അത് എന്തിനാണ് അതിന്റെ മോട്ടീവ് എന്നോ എന്തുകൊണ്ടാണെന്നോ ഒന്നും ആർക്കും ഇതുവരെയും സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. പോലീസിന്റെ ഭാഷ്യവും ഒരു രീതിയാണ്. അതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നതും വേറെ ആയിരിക്കാം. എന്തായാലും നഷ്ടം തന്നെയാണ്. അത് കുടുംബത്തിനല്ല, അത് ശരിക്കും നഷ്ടം സമൂഹത്തിനാണ്. അയാൾ ശരിക്കും സമൂഹജീവിയായിരുന്നു. ഒരു നല്ല കേഡറായിരുന്നു, നല്ലൊരു നേതാവായിരുന്നു, നല്ലൊരു സഹോദരനായിരുന്നു, നല്ലൊരു സുഹൃത്തായിരുന്നു. എല്ലാറ്റിനും ഉപരി കറാട്ടയിൽ ആ കാലത്ത് ഏറ്റവും ടോപ്പായിട്ട് നിന്നൊരു അത്ലറ്റായിരുന്നു, ചാമ്പ്യനായിരുന്നു. 2 പ്രാവശ്യം ദേശീയ ചാമ്പ്യനും 4 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. അയാളുടെ ഫൈറ്റിംഗ് ടൈം എല്ലാവർക്കും അയാളെ അന്നറിയാവുന്ന ആ പഴയ കരാട്ടെ സീനിയേഴ്സിന് എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല. പക്ഷേ ഇതിലെ പ്രതികളെല്ലാം RSS പ്രവർത്തകരാണ്. ഒരു ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിരുന്നു, സജീവ പ്രവർത്തകരായിരുന്നു. അതില് സമ്പത്തിന്റെ ഭാഗമായിട്ട് ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് ജീവിച്ച ഒരു സംഘമായിട്ട് ഒരു വിഭാഗം ആൾക്കാരായിരുന്നു. അത്ര ആക്റ്റീവ് എന്ന് വെച്ചാൽ പൊതുജന പ്രവർത്തകരല്ല, പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായിരുന്നു. പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഗുണ്ടാ സംഘങ്ങളായിരുന്നു. ആ വാക്കാണ് തന്നെ കറക്റ്റ്. മുമ്പ് ഭീഷണി ഉണ്ടായിരുന്നു സജീവമായിട്ട് തിരുവനന്തപുരത്ത് ആ കാലയളവിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഫേസ് ടു ഫേസ് ഇങ്ങനെ ഇത്തരം ആക്ടിവിറ്റീസ് കണ്ട് പ്രതീക്ഷിച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ആക്രമണ വാസന കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ അന്നത്തെ കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ഇത് തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള 4 വിഭാഗം ആൾക്കാരിട്ടാണ്. ഒരു ഇങ്ങനെയുള്ള ജാതി മതവർഗീയ സംഘടനകൾ 2-3 പേരും, പിന്നെ കോൺഗ്രസും, അങ്ങനെ എല്ലാവരുടെ നിന്നും അറ്റാക്കുകൾ പ്രതീക്ഷിച്ച് അറ്റാക്കുകൾ കൊണ്ടും കൊടുത്തും ഒക്കെ തന്നെയാണ് അന്നത്തെ കാലത്ത് പാർട്ടികൾ നടത്തിക്കൊണ്ടിരുന്നത്. വിനോദിന്റെ ജീവിതത്തില് മറക്കാനാവാത്ത ഒരു ആക്രമണ സംഭവം പറയുന്നു. ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നാലും മറക്കാൻ പേടിച്ചു പോയ കരാട്ടെ പേടി എന്നുള്ളതല്ല, അങ്ങനെ കുറെ ITI പഠിക്കുമ്പോഴത്തേക്കും വന്നൊരു അറ്റംപ്റ്റ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്നല്ല. എല്ലാ രീതിയിലും എന്തുമായിരുന്നു അവിടെ ഒരു BBVP പ്രവർത്തനമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു തല്ല് നടന്നതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പുറത്തിറങ്ങി രാവിലെ പുറത്തിറങ്ങുന്ന സമയത്ത്
വിത്ത് ഫുൾ എക്യൂപ്ഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവര് പറഞ്ഞത്, അവരുടെ പിന്നീട് ഞങ്ങളുടെ സുഹൃത്തുക്കളായി. അപ്പൊ അവർ പറഞ്ഞത് അന്ന് അവര് പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു, അവർക്ക് കൊടുത്ത പിക്ചറും അങ്ങനെയായിരുന്നു, കരാട്ടയിൽ ഭയങ്കര വലിയൊരു ചാമ്പ്യനാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ആസിഡ് അടക്കമുള്ള സാധനങ്ങൾ ഫുൾ സെറ്റായിട്ട് വന്നിട്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് തലമുടി നായയുടെ വ്യത്യാസത്തിൽ, പക്ഷെ അതിന് തൊട്ട് ചുറ്റും ഞങ്ങളുടെ തന്നെ ആൾക്കാരായിരുന്നു. അപ്പൊ അവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതും ഭയങ്കര അതിശയമായിരുന്നു. പക്ഷെ അതുപോലെ ഞാനതാണ് എനിക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയതും ഇന്നും ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അറ്റംപ്റ്റാണ്. ഈ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പോലീസിന്റെ സമരങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത്. ഞാന് എനിക്ക് ഓർമ്മയുള്ളത് ബാലസംഘത്തിന്റെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ഒരു 82 തൊട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ സജീവമായിട്ട് ബാലസംഘത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വഞ്ചിയൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ബാലസംഘം, അത് പിന്നെ സജീവമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് 85-ലാണ് ഞാൻ പ്രസംഗ രംഗത്ത് സജീവമാണത്. 85 SMV സ്കൂൾ ലീഡറായി. അത് അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ മെമ്പേഴ്സുള്ള കുട്ടികളുള്ള സ്കൂളായിരുന്നു SMV സ്കൂൾ. അപ്പം അതില് സ്കൂൾ ലീഡർ എന്ന് വെച്ചാൽ അതൊരു ഈക്വലൻ ടു ഏതെങ്കിലും വലിയൊരു കോളേജിന്റെ. അപ്പൊ അങ്ങനെ സ്കൂൾ ലീഡറായിട്ട് അപ്പൊ ഞങ്ങളുടെ യൂണിഫോം വെള്ളായതുകൊണ്ട് ഞങ്ങളുടെ പൊടിയുടെ നിറവും അത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം പരിക്കൊണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നൊരു ടീം യൂണിവേഴ്സിറ്റി കോളേജ് തൊട്ടടുത്താണ്, യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരികയും ഇവിടെ നിന്ന് പിന്നെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ജാഥയായിട്ട് പോയി. അപ്പൊ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. വളരെ അന്നത്തെ കാലത്തൊക്കെ ശരിക്കും പട്ടിണി അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കാലമാണ്. ആഹാരം കഴിക്കുന്നതും സാമ്പത്തികം കൊണ്ട് നമ്മളങ്ങനെ അത്ര സൗണ്ടില്ലായിരുന്നു. അപ്പൊ കഴിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ശരിക്കും ഞങ്ങള് ഒരു നല്ലൊരു ടീമുണ്ടായിരുന്നു. ഇപ്പം സമ്പത്ത്, സുനില്, സുൻസി കുര്യൻ, ജയദേവൻ, VS പത്മനാഭ്, അങ്ങനെ എല്ലാവരും, ശിവൻകുടി ചേട്ടന്റെയും സുരേഷ് കുറുപ്പിന്റെയും അതുപോലെ CP ജോണിന്റെ ഒക്കെ നേതൃത്വത്തിൽ SFI സംസ്ഥാന നേതൃത്വം ഇരിക്കുന്ന സമയത്ത് അതിന്റെ ആദ്യമായിട്ട് സ്കൂളിൽ നിന്നും സിറ്റി കമ്മിറ്റി മെമ്പറാവുന്ന ആള് ഞാനാണ്. അതുപോലെ ആദ്യമായിട്ട് സ്കൂൾ ഡെലിഗേറ്റായിട്ട് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആള് ഞാനാണ്. ഞങ്ങൾക്ക് 3000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു സ്കൂളിൽ. 3000 കുട്ടികളുടെ മെമ്പർഷിപ്പ് നമ്മൾ ചേർക്കുമായിരുന്നു. പിന്നെ അത്രയും വലിയ ഹ്യൂജ് നമ്പർ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതിന്റെ ബേസിൽ ഒരു ഡെലിഗേറ്റിനെ വെച്ചേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ ഡെലിഗേറ്റ് ആവുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ വളരെ ഒരുപാട് ഒത്തിരി ഓർമ്മകൾ നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കണക്കല്ല, ചതി വളരെ കുറവാണ്. ഇന്ന് ചതിയാണ്. ഇന്ന് അങ്ങനെ കുറച്ചൊക്കെ നമുക്കങ്ങനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പിന്നെ മേഖല ഉണ്ടോന്ന് വെച്ചാൽ അത് സുഹൃത്തുക്കളുടെ രാഷ്ട്രീയ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അന്ന് എല്ലാ നേതാക്കന്മാർക്കും അവരുടെ ഇന്ന് അതായത് അന്നത്തെ നേതാക്കന്മാർ ഇപ്പൊ നേതാക്കന്മാരായിട്ടുണ്ട്, മന്ത്രിമാരടക്കം എല്ലാവരും. അപ്പൊ അവർക്കൊക്കെ വെച്ചാൽ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അപ്പൊ തന്നെ അവരത് അവരുടെ സ്വന്തം കാര്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർഗദർശനം തരാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവും. ആ ഒരു ബന്ധം വളരെ വലിയ ബന്ധമാണ്. അതുപോലെ മറ്റു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തമ്മിലുള്ള എല്ലാ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാലഘട്ടത്തില് നേതാക്കന്മാരെ നോക്കിയാൽ മതി, അവരെല്ലാവരും നല്ല ബന്ധമാണ്. സുരേഷ് കുറുപ്പും MS കുമാറും ജോണായിട്ടൊന്നും എല്ലാം അതുപോലെ അത് മൊത്തത്തിൽ അങ്ങനെയാ ഒരു പിന്നെ ആരോഗ്യപരമായ ഒരു ബന്ധമായിരുന്നു. ആശയപരമായിട്ടുള്ള എതിർപ്പുകളുണ്ടെങ്കിൽ തന്നെയും അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതെത്തോളം ചോദിച്ചാൽ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ കാണുമായിരിക്കും. വിമലിന് നേർക്ക് അനിയൻ വിമലാണ് വഞ്ചൂർ ലോക്കൽ കമ്മിറ്റി CPMന്റെ വിമലിന് നേർക്കും ആക്രമണം ഉണ്ടായിരുന്നു. ഈ സംഘപരിവാർ നിങ്ങളെ കുടുംബത്തെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രതികരണ ശേഷിയുള്ള ആൾക്കാർക്കെതിരായിട്ടാണല്ലോ എപ്പോഴും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. അതൊരു വിഭാഗം മാത്രമല്ല. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം ഇല്ല, ഇപ്പൊ ആക്രമണങ്ങളില്ല. ഒരിടക്കാലത്ത് പിന്നെ ഈ വിഭാഗത്തിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും, എല്ലാ വർഗീയ സംഘടനകളും, ഒരു വിഭാഗമല്ല, എല്ലാ വർഗീയ സംഘടനകളും ഈ നമ്മുടെ ഇതിനെതിരെ പാർട്ടിക്ക് എതിരായിരുന്നു. അപ്പൊ അത് കാരണം എല്ലാ സ്ഥലത്തു നിന്നും ആക്രമണങ്ങളും ഫേസ് ചെയ്തിട്ടാണ് നമ്മള്. അതൊരു ഓർമ്മ ഭയങ്കര വലിയ ഓർമ്മ. ഞങ്ങളൊരു സിനിമയുടെ ഒരു പണിപ്പുരയിലാണ് 83 മുതൽ ഇന്നാളിത് വരെയുള്ള തിരുവനന്തപുരം ബേസ് ചെയ്തൊരു സിനിമ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന്റെ കഥയാണ്.
അപ്പം ശങ്കർ രാമകൃഷ്ണനാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ അതിന്റെ ഏകദേശം ഒരു പണിപ്പുരയിലാണ് വിഷ്ണുവിന്റെ ജീവിതം സിനിമയാവുകയാണ്. വിഷ്ണുന്റെ ജീവിതം 32 വയസ്സിൽ പൊലിഞ്ഞ. അതെ അതെ, വിഷ്ണുന്റെ ജീവിതം മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതുവരെയും രാഷ്ട്രീയ ഗുണ്ടാ പശ്ചാത്തലം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പൊ അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇതുവരെയും മലയാള സിനിമ ഉണ്ടായിട്ടില്ല. അപ്പൊ മിക്കവാറൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊച്ചു കൊച്ചു കഥകളൊക്കെ തന്നെ അങ്കമാലി, ട്രിവാൻഡ്രം, അല്ല എറണാകുളം, അങ്ങനെയൊക്കെയുള്ളത്. അപ്പൊ തിരുവനന്തപുരം ബേസ് ചെയ്തൊരു സാധനം ഞങ്ങൾ കണ്ട തിരുവനന്തപുരം മാത്രം പറയുമ്പോൾ തന്നെ ഒരു സിനിമയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ പറ്റുന്നതിന്റെ പരമാവധി ക്രോഡീകരിച്ചിട്ടൊരു സിനിമ അതിന്റെ പെൺപുരയിലാണ്. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അപ്പോഴ് എന്തായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ബാക്കിയുള്ള എല്ലാം നമുക്ക് അതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും കുറെ കൂടെ. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. എല്ലാ പ്രദേശത്തുള്ള പ്രവർത്തകരും ഒരുപോലെ ദുരിതം അനുഭവിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഒരു രീതിയിലാണെങ്കിൽ മറ്റു സ്ഥലത്ത് വേറെ രീതിയിലായിരിക്കാം. പക്ഷെ സംഘടനകൾ എന്തായാലും ഫേസിൽ തന്നെയാണ് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അന്നത്തെ കാലം സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും സംഘടനകളും സംഘർഷങ്ങളും ജീവനിൽ പേടിയും വെച്ചിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചു ഇങ്ങനെ ഒരു വാളിന്റെ മുമ്പിലേക്ക് മക്കള് പോകുമ്പോ? അല്ല, അച്ഛൻ ഒരു നല്ല നെക്സൽ വിശ്വാസം ഉണ്ടായിരുന്ന വിഷയമാണ്. അമ്മ അന്നത്തെ കാലത്ത് 85 ആലോചിക്കണം. 1985 അമ്മ മഹിളാ അസോസിയേഷന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ തിരുവനന്തപുരം സിറ്റി കമ്മിറ്റി മെമ്പറായിരുന്നു. അന്നത്തെ സിറ്റി കമ്മിറ്റി എന്ന് വെച്ചാൽ ഇന്നത്തെ ജില്ലാ കമ്മിറ്റി, അത്രയും വലിയൊരു വ്യാപ്തിയുള്ള കമ്മിറ്റി. അതിന്റെ പെരുവിട്ട സദസ്സിന്റെ ലളിത സദാശിവം നേതൃത്വം നൽകുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സിറ്റി കമ്മിറ്റി മെമ്പറായിരുന്നു. പിന്നെ കുറെ വീടുകളിലെ തിരക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുറച്ച് 2-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് മേൽക്കൊള്ളുന്ന ഒന്ന് ഒഴിവാക്കിയിട്ട് മാറിയതാണ്. അന്നത്തെ കാലത്ത് പാർട്ടി മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും തോന്നുന്നു. അമൂല്യനിധിയാണ്. അന്നത്തെ കാലത്ത് 85 5 പാർട്ടി മെമ്പർമാരുള്ള ഒരു വീടെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ പറ്റി ആലോചിച്ചാൽ എത്രത്തോളം സജീവമായി ആ കുടുംബം. അച്ഛനില്ല, അച്ഛൻ അപ്പോഴ് ഇതിന്റെ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ല. ഞാൻ പറഞ്ഞു അമ്മ കുറച്ച് ഇതുണ്ടായിരുന്നു, ഒരു തീവ്രവാദം ചിന്താഗതി ഉണ്ടായിരുന്നു. മീൻസ് ആശയത്തോട് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് നക്സൽ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. സജീവമല്ല, പക്ഷെ അച്ഛനും പാർട്ടി തന്നെയായിരുന്നു. പക്ഷെ അമ്മയും ഞങ്ങൾ 3 പേരും എന്റെ മാമനും 5 പാർട്ടി മെമ്പർഷിപ്പ് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് അന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും. ഒരു വീട്ടിൽ നിന്ന് 5 മെമ്പർഷിപ്പ് അങ്ങനെ ഒരു പ്രവർത്തന മേഖലയായിരുന്നു അന്ന് വഞ്ചിയിൽ. അതിൽ പിന്നെ സജീവമായിട്ട് പിന്നെ അത് കൊണ്ടുപോയി കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ സ്പോർട്സും കരാട്ടയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബാക്കപ്പ് ചെയ്തു. അപ്പം പക്ഷെ വിമലും വിഷ്ണുവും സജീവമായിട്ടുണ്ടായിരുന്നു. അതിൽ വിമൽ ഇപ്പം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി മെമ്പറുമാണ്. ആ ഒരു കാലത്തെ കുറിച്ച് ഓർക്കുമ്പോ ചുവന്നു തുടുത്ത കാലം എന്ന് തന്നെ പറയാൻ പറ്റുമോ? ചുവന്നു തുടുത്തെന്ന് തന്നെ പറയാൻ പറ്റും. അന്നത്തെ പ്രവർത്തകരും അതുപോലെ അത്രയും ഫുൾഫില്ലായിട്ടുള്ള പ്രവർത്തകർ ഇന്ന് ഉണ്ടാവുന്നത് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചും വേദന അനുഭവം ഒരിടത്തും എത്താതെ പോയ നഷ്ടങ്ങൾ സഹിച്ച 2-3 പ്രവർത്തകരെ അത് അങ്ങനെ നമ്മൾ പറഞ്ഞ് അവർക്കൊരു വിഷമം തോന്നിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല. പക്ഷെ 2 തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ്, ബോൾഷെവിക്കും മെൻഷെവിക്കും. അതിൽ മെൻഷെവിക് എന്നുള്ളത് മിതവാദികളും ബോൾഷെവിക് എന്നത് തീവ്രവാദികളും. ഞങ്ങളെല്ലാം എപ്പോഴും ബോൾഷെവിക് കാറ്റഗറിപ്പെടുന്ന ആൾക്കാരാണ്. കാരണം കൂടെ നിൽക്കുന്ന ഒരാൾക്കൊരു വേദന ഉണ്ടാവുകയാണെങ്കിൽ ആ വേദന അത് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രതികരിക്കാൻ, ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ട് തയ്യാറാവുന്ന മനസ്സുള്ള ആൾക്കാരാണ്. ശരിക്കും പ്രതികരണ ശേഷിയുള്ള ആൾക്കാരായിരിക്കണം ബോൾഷെവിക്കായിട്ടുള്ള ആൾക്കാർ. ഞങ്ങളൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നുണ്ട്. അതിലേക്ക് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, മുഖാമുഖം ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെയായിരുന്നു ജീവിതം. ഒരു ദിവസം പോലും പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം അന്നത്തെ കാലത്ത് ജീവിതത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി സംഘർഷാവസ്ഥ കുറേയേറെ കുറഞ്ഞല്ലോ. അതിലൊരു 50% അല്ല, അതിനേക്കാൾ കൂടുതൽ അവസാന ലാപ്പായിരുന്നു വിഷ്ണുവിന്റെ കൊലപാതകം. അതെ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ തിരുവനന്തപുരത്ത് പിന്നെ കുറച്ച് കാലം കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരുവനന്തപുരം കുറച്ചും കൂടെ ശാന്തമായി. ഒരു അല്ലെങ്കിൽ കണ്ണൂർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തിരുവനന്തപുരം സജീവമായിട്ട് അത് ആ തരത്തിൽ നിൽക്കുകയായിരുന്നു. വിഷ്ണുവിന്റെ ഈ വധത്തിൽ പാർട്ടി നന്നായി സഹായിച്ചു കുടുംബത്തെ. പാർട്ടിയൊക്കെ വളരെ ദയവായിട്ട് പിണറായി വിജയൻ സഖാവായിരുന്നു സംസ്ഥാനത്ത്. പാർട്ടിയൊക്കെ വളരെ സജീവമായിട്ട് എല്ലാവരും പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലും
ഈ ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ട ആ വർഗീയ പാർട്ടിയുടെ തന്നെ നേതാക്കളടക്കം ഭയങ്കര വിഷമത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും അവനുമായിട്ട് അങ്ങനെ സംസാരിച്ച് 5 മിനിറ്റ് സംസാരിച്ച ഒരാൾ അയാളെ മറക്കത്തില്ല. പിന്നെ ഒരു കുറവും അവരിൽ കണ്ടെത്താൻ പറ്റില്ല. ആരെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു കുറവ് തന്നെ ആരോപിക്കാനായിട്ട് പറ്റില്ല. കാരണം അത്രത്തോളം സഹായിയായിരുന്നു എല്ലാ തരത്തിലും. ആര് വന്ന് എന്ത് ചോദിച്ചാലും മനസ്സറിഞ്ഞ് ശരീരമറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞങ്ങളൊന്നും അവന്റെ മുമ്പൊന്നും പകുതി പോലും തോന്നുന്നില്ല. അമ്മാതിരി സ്വയം നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് സഹായിക്കാൻ തയ്യാറാവുന്ന മനസ്സുള്ള നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു. ഈ ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നത് ഈ പ്രതികളെ ഇവിടുത്തെ വിചാരണ കോടതി ശിക്ഷിച്ച പ്രതികളെ ഹൈക്കോടതി വെറുതെ വിടുന്ന സുപ്രീം കോടതി വെറുതെ വിടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇവർക്ക് ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ആരാണ്? ഇത്രയും സുപ്രീം കോടതി വരെയൊക്കെ പോകാൻ അതൊന്നും നമുക്കൊന്നും അറിയാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ ജുഡീഷ്യറിയിൽ ഒരുപാട് അത് ചിലപ്പോൾ പറഞ്ഞാൽ എനിക്കത് നിയമവ്യവസ്ഥയോടുള്ള അവഗണനയാണെന്നോ വെല്ലുവിളിയാണെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. തെളിവുകളുടെ അഭാവത്തിൽ. പക്ഷെ ഞങ്ങളുടെ കേസിൽ എല്ലാ എവിഡൻസും ഉണ്ടായിരുന്നു. മൊഴി കൊടുത്ത ആൾക്കാരും എല്ലാം മാറ്റാൻ വേണ്ടി നോക്കിയിട്ടൊന്നും സാക്ഷിമൊഴികളുടെ എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊഴി ഉണ്ടായിരുന്നിട്ട് പോലും എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ പൊതുവെ ഞാൻ പലപ്പോഴും പല വേദികളിലും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഒരുപാട് പരിവർത്തനം ചെയ്യപ്പെടേണ്ട കാലം കഴിഞ്ഞു. തെളിവുകൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യക്ഷമായ തെളിവുകൾ കുറ്റം ആരോപിക്കുന്നവൻ കുറ്റക്കാരനാണെന്ന് തോന്നിയാൽ പോലും നമുക്ക് ഇപ്പം കോടതിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിയമം കൊണ്ടുപോകുന്നത്. അപ്പൊ അത് മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കരാട്ടെ എത്ര വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി? ഞാൻ 14 വയസ്സ് പഠിച്ചു തുടങ്ങി. ആരായിരുന്നു ഗുരു? എന്റെ ആദ്യത്തെ കരാട്ടെ മാസ്റ്റർ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. മാസ്റ്റർ ഒരു കുറച്ചു കാലം 1-2 വർഷത്തേക്ക് മാസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹരിദർ ഭവാൻ മാസ്റ്റർ പോയി. അന്യന്മാരെ പഠിപ്പിച്ചത് അതെ. 2 അനിയന്മാരും കുറച്ച് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിമല് പിന്നെ കുറച്ച് 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിഷ്ണു ഡെയിലി പ്രാക്ടീസ്, അതുപോലെ അയാളുടെ റെക്കോർഡ് ഭയങ്കര വല്ലാത്ത ടൈമിങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞത് മാർഷൽ ആർട്ട് എന്താണെന്ന് പൂർണ്ണ രൂപത്തിൽ കാണിച്ചു കൊടുത്ത്, അതുപോലെ ഇന്ന് കാണുന്ന കായിക മേഖലയിൽ, അതായത് സ്പോർട്സ് കരാത്തയിൽ എന്താണ് സ്പീഡും എന്താണ് ഫോക്കസിങ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ ആൾക്കാർ ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈറ്റിംഗ് ടെക്നിക്സും ഫൈറ്റിംഗ് വിഷ്ണുന്റെ ആയിരുന്നു. അതെന്നോട് കേരളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള കുറേയേറെ പേരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ടൈമിങ് വളരെ മനോഹരമായ ടൈമിംഗ് ആണ്. കരാട്ടെ അല്ലാതെ ഏതൊക്കെ ആയോധന കലകൾ വിനോദം പഠിച്ചിട്ടുണ്ട്? ഞാൻ കുത്തുവരശി എന്ന് പറഞ്ഞൊരു തമിഴ്നാട്ടിലെ വലിയ തേക്കൻ കളരി കുറച്ച് ചെയ്തു. കുറച്ചല്ല, കുറച്ച് നല്ല രീതിയിൽ ചെയ്തു. പിന്നെ കുറച്ചു കാലം ബോക്സിംഗ് ചെയ്തു. കുറച്ചു കാലം റെസ്ലിംഗ് ഗുസ്തി ചെയ്തു. വർഗീസ് സാറും പ്രസ്തുതത്തിനൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെ കുറച്ച് അതെ കുറച്ച് കാലം അത് അങ്ങനെ എല്ലാത്തിന്റെയും കുറച്ചൊരു മിക്സിങ്. അല്ല, ഇതൊരു ക്യൂരിയോസിറ്റി അത് പഠിക്കാൻ. പിന്നെ അപ്പോൾ അതിന്റെയൊക്കെ തലപ്പത്തുള്ള ആൾക്കാർ ഇവരെ പോലുള്ള പ്രസ്തുതത്തിനെയും വർഗീസ് സാറിനെയും ഒക്കെ പോലുള്ള ആൾക്കാർ നമ്മള് സാറിന്റെ ജിമ്മിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ഉള്ളതുകൊണ്ട് സാറിനോട് പറഞ്ഞ അത് കുറച്ച് പഠിക്കും. കളരി എനിക്ക് എന്റെ ഗുരുക്കള് 2-3 പേരുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഇവിടെ നമ്മുടെ ഹനുമാർ കളരിയിൽ സുരേന്ദ്ര സാറ്, അങ്ങനെയൊക്കെ കുറെ അല്ലല്ലേ ഹനുമാർ കളരിയില് സുരേന്ദ്ര സാറ്, അങ്ങനെ കുറെ പേരെ പുന്നൂർ സോമചേട്ടന്റെ അസോസിയേഷനിൽ അങ്ങനെയൊക്കെ ഇട്ടുണ്ട്. അതും കുറേശ്ശെ. ഇതൊന്നും ഞാനുള്ളത് പഠിച്ചു എന്നുള്ളത് അല്ല, ഞാനത് ശ്രമിച്ചു, അന്ന് അറിയാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. പഠനം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നതുവരെയും പഠിച്ചുകൊണ്ടേയിരിക്കും. കറാത്തെ ആണെങ്കിലും ഇപ്പൊ 40 വർഷം കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയില് ഇന്ന് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 9th ഡിഗ്രി ഉള്ള 2 പേരാണ്. ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികനായിട്ടുള്ള പ്രവീസ് മിസ്ത്രി, മഹാരാഷ്ട്ര, ഞങ്ങളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആണ് 9th ഡിഗ്രി ജപ്പാനിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഒരാളായിട്ട് എന്റെ അറിവിലുള്ളത്. പിന്നെ എനിക്കാണ് ഇപ്പോൾ കിട്ടിയത്. പക്ഷേ സാധാരണഗതിയിൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് ആയാൽ തന്നെ ഉടനെ തന്നെ ധനാഗമന മാർഗമായിട്ട് കണ്ടുകൊണ്ട് വലിയ മാസ്റ്ററായിട്ട് വലിയ ഷോ ഓഫ് കാണിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അറിവ് എന്ന് പറയുന്നത് അവിടെ വെച്ച് തീരും. നമ്മൾ
അതിന്റെ എന്തെല്ലാം എവിടെ ഒരു കൊച്ചുകുട്ടി എന്തെങ്കിലും ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ, പഠിക്കാനുണ്ടെങ്കിൽ, അറിയാനുണ്ടെങ്കിൽ അതിന് വളരെ ആകാംക്ഷയോടെ നോക്കി അത് കണ്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ അയാളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് മനസ്സിലാക്കുകയോ ചെയ്യുന്നത് അതിനെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മാത്രമേ, അതായത് എവിടെ എന്ത് നല്ലത് കണ്ടാലും കേട്ടാലും പഠിക്കാനുള്ള വളരെ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നല്ല കോച്ചാവും. ഇപ്പൊ സിനിമ അഭിനയത്തിന്റെ ഒരു കൈ നോക്കുന്നുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ നിൽക്കണം വിനോദം മിന്നി പറഞ്ഞാൽ പോകും. പീരിയഡിലുണ്ട് അഭിനയം കൂടെ പണ്ടേ ഉണ്ടായിരുന്നു. ഞാന് ആക്ച്വലി അപ്പോഴൊരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു എങ്ങനെയോ വന്നുപെട്ടൊരു ആഗ്രഹമാണ്. പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർ രാമകൃഷ്ണനെ പോലെ എന്റെ വളരെ അടുത്ത് ശങ്കറിന്റെ അസിസ്റ്റന്റുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവസരങ്ങൾ കുറേശ്ശെ അവര് തരുന്നുണ്ട്, അത് ഒപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാം മറ്റുള്ളവരുടെ കയ്യിലാണ്. എത്ര കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് പ്രസന്റ്? പോലീസുകാരടക്കം അങ്ങനെ കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ. അത് ഞാൻ സ്വസ്തി ഫൗണ്ടേഷന്റെ കോർഡിനേറ്ററാണ്. ഒരു സ്വസ്തി ഫൗണ്ടേഷൻ വെച്ചാൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ചാരിറ്റി ആണെങ്കിലും മറ്റുള്ള ഇപ്പൊ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് സ്വസ്തിയാണ്. ഞങ്ങൾക്കൊരു 500-600 മെയിൻ ഡോക്ടർമാർ ഇതിന്റെ കൂടെ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഇതിനകത്തുണ്ട്. പിന്നെ എല്ലാ മന്ത്രിമാരോടൊക്കെയുള്ള എല്ലാവരുടെയും സഹായവും ഇതിനകത്തുണ്ട് ഈ സ്വസ്തിക്ക് വേണ്ടി. അതിന്റെ ഒരു സ്നേഹജ്വാല എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്ററാണ് ഞാൻ. ഞങ്ങള് സൗജന്യമായിട്ട് പെൺകുട്ടികളെ നിരവധി ക്യാമ്പുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. കോളേജുകളില്, സ്കൂൾസില്, ടെക്നോ പാർക്കിനകത്ത്. അങ്ങനെ അപ്പൊ ഇപ്പോ നിലവിൽ ഒരു 1,65,000 മേലുള്ള കുട്ടികളെ, പെൺകുട്ടികളെ ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യുക എന്നുള്ളതല്ല, ഈ പുസ്തകങ്ങളിലോ മറ്റോ എഴുതി വെക്കുന്നതിലല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് ശരിക്കും ഒരു നല്ല ഒരു ലീഡറിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ. അതിൽ സ്വസ്തി ഫൗണ്ടേഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനം, അതിനകത്തുള്ള മുഴുവൻ ലീഡേഴ്സും അതിനു വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് അവസരങ്ങളുമുണ്ട്. അപ്പൊ അതുവഴി നല്ല മഞ്ജുപിള്ളയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അതും വളരെ ലൈവായിട്ട് ഇപ്പം സ്ത്രീ സമത്വം വാക്കുകൾ കൂടി മാത്രം പറഞ്ഞു നടക്കുന്ന കുറേയേറെ സംഘടനകളുണ്ട്. ഞങ്ങൾ അത് അങ്ങനെ പറഞ്ഞ് നടക്കുന്നില്ല. നമ്മൾ പ്രാക്ടിക്കൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ട ആൾക്കാരാണെന്ന് പറയുന്ന സ്ഥലത്തു നിന്നും മാറി അവരും നമ്മളോടൊപ്പം കയറി വരേണ്ട ആൾക്കാരാണെന്ന് പറയുകയും നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുക. വലിയ കരാട്ടെ മാസ്റ്ററൊക്കെയാണ്. ജീവിതത്തിൽ ഈ കൈ കൊണ്ട് എത്ര ഇടിച്ചിട്ടുണ്ട്? അതൊക്കെ ഒരുപാടുണ്ട്, നമുക്ക് ഇങ്ങനെ പറയാൻ. അതൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലാതെയും. പിന്നെ ഇപ്പൊ ഒക്കെ അതിന്റെ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ പണ്ടൊക്കെ ഒരുപാട് നമ്മള് ഇത് അറിയാലോ, രാഷ്ട്രീയ പ്രവർത്തനോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ലൈവ് പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. പ്രതികരിക്കണേ നമ്മൾ ഇപ്പം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് കറാട്ടയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ നിരവധി തവണ 14 വർഷത്തോളം സംസ്ഥാന ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അത് വരും. പിന്നെ പഠിപ്പിൽ കറാട്ടയല്ലേ, ഡാൻസ് അല്ലല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തട്ടുമുട്ടൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. ജീവിതത്തിലൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ അഭിമുഖം. അല്ല, നല്ലൊരു ഇതാണ്. പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് കാലം കൊണ്ട് പത്രപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരു സുഹൃത്ത് നിലയിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ എല്ലാ തരത്തിലുള്ള, പണ്ട് ഷാജി ആരോഗ്യ മേഖലയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും കലാകൗമുദിയുടെ ആരോഗ്യകാരോട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വിവിധ മേഖലകളിൽ നിങ്ങൾ തടവി പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലെ ചിലപ്പോ ബിഹൈൻഡ് ദ കർട്ടൻ നിൽക്കുന്ന ആൾക്കാരെ അടക്കം മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അറിവ് ഇപ്പം ഒരു സാധാരണഗതിയിൽ സാധാരണക്കാരന്റെ അറിവല്ല നമുക്കിത്. ഇപ്പം പുറകെ നിൽക്കുന്ന ഇപ്പൊ എനിക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പൂന്തുറ സ്വാമി ചേട്ടൻ പണ്ട് പലപ്പോഴും കളരിയുടെ പ്രോഗ്രാം വരുമ്പോ എന്നെ വിളിക്കും. എന്നിട്ട് എന്റെ പറയും നീ കൂടെ വാന്ന് പറയും. അപ്പൊ ചെല്ലുന്നത് ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. അതിനു വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം വിളിക്കുന്നത്.
അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെറുതല്ല. നമ്മൾ പുസ്തകം നിന്ന് പഠിക്കുന്നത് കേട്ടതൊന്നും അല്ല. നമ്മൾ ചെയ്തോ കണ്ടോ കൊണ്ടോ അറിഞ്ഞോ വരുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറയുമ്പോഴാണ് കുറച്ചുകൂടി വിശ്വാസ്യത കിട്ടുന്നത്. അപ്പൊ അതിൽ ചികിത്സാ സമ്പ്രദായങ്ങൾ വളരെ വലിയ കാര്യമാണ്. ചിലപ്പം അലോപ്പതി ചികിത്സ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞാൽ ഒരുപാട് എതിർക്കേണ്ടി വരും. അത് എതിർപ്പ് നമ്മൾ പിന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അതിപ്പോ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ പറയില്ല. പക്ഷെ ചിലപ്പോൾ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് നിരവധി പറയാൻ പറ്റും. അപ്പൊ അതേപോലുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാലം മുമ്പേയായിരുന്നു ഞാൻ സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതിനെ ഫേസ് കുറച്ചും കൂടെ ഊന്നി ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ അതേപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുടെ എല്ലാം കുറെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ചെറുതല്ല. അപ്പം എന്നിൽ നിന്നും കിട്ടുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ് ഒരു 100-100 പേരെങ്കിലും ഇത് കേട്ടാൽ അത് എന്താ അങ്ങനെ കൊള്ളാലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ മാറിയില്ലേ? അതെ, നമ്മുടെ സമൂഹത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മീഡിയ ആണല്ലോ. അന്നത്തെ കാല കണക്കല്ല. അതെ അതെ അതെ. സർക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല. അതെ അതെ. നിരവധി മീഡിയ ഉണ്ട്. നിങ്ങളെ പോലെ തന്നെ കുറേയേറെ മീഡിയ ഉണ്ട്. അപ്പൊ അതുവഴി ജനങ്ങളുടെ കയ്യിലേക്ക് നേരിട്ടെത്തുക, നമ്മുടെ കൈക്കകത്തിരിക്കുകയാണ്. അതെ അതെ. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പം സോഷ്യൽ മീഡിയയുടെ കാര്യം ഇഷ്ടം പോലെയല്ലേ. അപ്പൊ ഞാനപ്പോ നേരത്തെ കരാട്ടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഇതൊരു സാമ്പത്തിക സ്രോതസ്സായിട്ട് മാത്രം കാണുന്ന ആൾക്കാരുടെ കൈയാണെന്ന് ഈ ആൾക്കാർ. ഇത് ചെറുതല്ല. വിവിധ സംഘടനകളുണ്ട്. നിരവധി സംഘടനകൾ കരാട്ടയ്ക്ക് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷെ ഒഫീഷ്യലി ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു ബോഡിയുണ്ട്. ആ ബോഡിയുടെ കീഴിലുള്ള സംഘടനയാണ് ഇവിടെ ഇപ്പൊ നിലവിൽ വരേണ്ടത് നിൽക്കുന്നത്. അത് വേൾഡ് കരാട്ടെ ഫെഡറേഷൻ, അതാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അംഗീകരിച്ചുള്ള സംഘടന. അതിന്റെ നേരിട്ടുള്ള അഫിലിയേഷൻ ഉള്ളത് ഇന്ത്യയിൽ കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷനാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്നത് ഭരത് ശർമ്മ എന്ന കക്ഷിയാണ്. ഞങ്ങൾ ഒരുപാട് അടുത്ത കക്ഷിയാണ്. ആ പുള്ളി നിയന്ത്രിക്കുന്ന സംഘടനയ്ക്കാണ് ഉള്ളത്. പക്ഷെ അതേ കണക്ക് വേറെയുണ്ട്. നിരവധി 3-4 സംഘടനകൾ ഗവൺമെന്റിന്റെ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഇരുട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം വേൾഡ് ബോഡിയുടെ അഫിലിയേഷൻ ഉള്ളതെന്ന നിലയിലും അതുപോലെ എല്ലാ സംസ്ഥാനത്തും വളരെ ശക്തമായ സംഘടന ഉള്ളതുകൊണ്ടും ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു സാധിക്കാൻ പറ്റില്ല. ഇവിടുത്തെ എല്ലാ ഒഫീഷ്യൽ പ്രോഗ്രാമും കിയോയുടെ കീഴിലേ വരത്തുള്ളൂ. അപ്പൊ പക്ഷെ എന്നാൽ കരാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം പേരെങ്കിലും കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. വേറെ ഒരു ഗുണമില്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. ആൾക്കാരെ ശരിക്കും പച്ച ഇതായിട്ട് പറയുകയാണെങ്കിൽ പറ്റിക്കുന്നു. 8 വർഷം 10 വർഷം കുട്ടികളുടെ ഫീസ് വാങ്ങിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഓക്കെ, ഒരു കാര്യത്തിൽ ഒരു ഗുണമുണ്ടാവും. ആരോഗ്യപരമായിട്ട് അവർക്ക് എക്സസൈസ് ഓക്കെ കൊള്ളാം. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളില്ല. സ്പോർട്സ് ഇല്ല. ഒഫീഷ്യലി സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരിടത്തും ഇപ്പൊ അഥവാ ഇവർക്ക് ജില്ലാ തലങ്ങളിൽ മത്സരിക്കാം ആർക്ക് വേണമെങ്കിൽ. പക്ഷെ ജില്ലാ തലത്തിൽ മത്സരിക്കുമ്പോഴത്തേക്കും സ്കോറിംഗ് സിസ്റ്റം അറിയണ്ടേ? അപ്പൊ മറ്റേ വെറുതെ ഉള്ള ബേസിക്സ് അറിയേണ്ട കാര്യമില്ല. ബേസിക്കൽ മറ്റേ പഠിപ്പിക്കുന്നത് അതുവഴി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്കോറിംഗ് സിസ്റ്റം അറിയത്തില്ല. 1. 2 ഇതിന് അംഗീകാരമുള്ള സംഘടനയിലേക്ക് വരുന്നില്ല. പിന്നെ സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ രീതിയിൽ സെൽഫ് ഡിഫൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറയാം, ഒരു പഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ കിക്ക് വരും ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, ആ സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് ഒഴിവാവാം, എന്നിട്ട് തിരിച്ച് എങ്ങനെ നമുക്ക് അതിനകത്ത് അയാളെ നിലപരിശാക്കാം, മെന്റലി ഫിസിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ സെൽഫ് ഡിഫൻസ് പൂർണ്ണമാവത്തുള്ളൂ. മെന്റലി ഫിസിക്കലി നമ്മൾ ഇപ്പൊ എനിക്ക് ടെക്നിക്ക് അറിയാം, പക്ഷെ മൈൻഡ് പവർ എനിക്കില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ രണ്ടും കൂടെ ഇതിന്റെ കമ്പയർ ചെയ്ത് ഒരുമിച്ച് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ പറ്റൂ. അതിന് നല്ലൊരു കോച്ചിന്റെ ആവശ്യമാണ്. എനിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സൈക്കോളജിസ്റ്റ് അനിൽ. അപ്പൊ അനിൽ പണ്ടും ഈ ഇടയ്ക്കൊക്കെ നമ്മൾ പേഷ്യൻസിനെ എനിക്ക് തരാറുണ്ടായിരുന്നു. പേഷ്യൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഡോക്ടർമാരുടെ ഭാഷ പറഞ്ഞത് നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ സഹോദരങ്ങളൊക്കെ പഠിപ്പിക്കാൻ. അപ്പം ഒരു 6 മാസം പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും അവര് പറയുന്നത് കൂടുതൽ പേടി, മുറിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടിൽ ഒറ്റയ്ക്ക് പോകത്തില്ല, അങ്ങനെയുള്ളൂ. പിന്നെ പഠനത്തിൽ മികവ് കാണിക്കാതെ വളരെ ലോ, അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എന്നിലേക്ക് പരിശീലിപ്പിക്കുക പറഞ്ഞുകൊണ്ട് 3-4 മാസം കൊണ്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ വന്നെങ്കിൽ പാരന്റ്സിനോട് പറയും, നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടിയുടെ നിലവാരം ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് 3-4 മാസം കഴിഞ്ഞിട്ട് കുട്ടിയുടെ നിലവാരം നിങ്ങൾ നോക്കിയിട്ട് ചുമ്മാ ഒരു റിപ്പോർട്ടായിട്ട് നിങ്ങൾ മനസ്സിൽ ഒന്നിൽ കുറിച്ചിടുക, അല്ലാതെ ഒന്നും നോക്കാൻ പറ്റും. ഉറപ്പും നമുക്ക് ചേഞ്ച് കൊണ്ടിരിക്കാൻ പറ്റും. 100% ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും.
നമ്മൾ നല്ല ശരീരമുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവർക്ക് എന്താണ് ഏത് രീതിയിലാണ് പഠിപ്പിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് ചിലപ്പോൾ കളിച്ച് കയറിപ്പോകാൻ പറ്റും. ചിലരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും, ചിലരെ നമുക്ക് വഴക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും, ചിലരെ ചെറുതായിട്ട് തല്ലി പഠിപ്പിക്കാൻ പറ്റും. ഇന്ന് തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല, പോലീസ് കേസുണ്ട്. പക്ഷെ ഇതെല്ലാം മാർഗങ്ങളാണ് ഒരാളിന്റെ ഉത്തമനായ ഒരു പൗരനാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, എല്ലാം തികഞ്ഞ ഒരു പൗരനാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര വലിയൊരു ആർട്ടാണ്. ഇതിനകത്ത് സ്പോർട്സ് മാത്രമല്ല, സെൽഫ് ഡിഫൻസ് ഉണ്ട്, മെന്റൽ പവർ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സ്പോർട്സ് ഇവന്റ് വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കയറി വരുമ്പോൾ ഇതെല്ലാം പഠിപ്പിച്ച് ഒരു മികവുറ്റൊരു പൗരനാക്കാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചസിനെ പറ്റുള്ളൂ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചസിനെ പറ്റുള്ളൂ. അവിടെയാണ് ഇന്നലെ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ട് നേരെ കാശും വാങ്ങി വലിയൊരു സ്ഥലമെടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അന്ന് തുടങ്ങുകയാണ്. അപ്പൊ അത് എനിക്ക് നമ്മുടെ പാരന്റ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ പഠിപ്പിക്കാൻ വിടുന്ന സ്ഥലങ്ങൾ, അതിന്റെ അസോസിയേഷന്റെ പേര്, അതുപോലെ കോച്ചിന്റെ ഡിഗ്നിറ്റി എന്താണ്, ആരാണ്, അതൊന്ന് തിരക്കണം. അല്ലാതെ പറ്റുന്നതിന്റെ കുഴപ്പം, എല്ലാവരുടെയും കുഴപ്പം നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ അപ്പോൾ ഒരു ക്ലാസ്സാണ്, പിന്നെ അവൻ പോയിട്ട് വരും അല്ലെങ്കിൽ അവൾ പോയിട്ട് വരും, എനിക്ക് കൊണ്ടുപോകണ്ട എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ, ഞാൻ മലപ്പുറത്തൊരു വലിയൊരു വിഷയം നടന്നിട്ടു ഈ അടുത്ത്. ഞാൻ അവിടുത്തെ പാരന്റ്സിനെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഇതുണ്ടാവും. പക്ഷെ ആ പാരന്റ്സ് കുറേയേറെ കുറ്റക്കാരെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അതിനു മുമ്പേ 2-3 കേസ് ഉണ്ടായിട്ടുള്ള, സെയിം ഇതേ കണക്ക് ബോക്സോ പോലത്തെ കേസ് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അയാളുടെ ക്ലാസ്സിൽ വീണ്ടും 10-25-30 പെൺകുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ത് വിരോധാഭാസമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. നല്ലതൊരു ബോർഡ്, മനോഹരമായ ബോർഡ്, നല്ല ഡിസൈന് വീടിന്റെ തൊട്ടടുത്ത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പറഞ്ഞു വിടുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരം കുറേയേറെ കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതൊരു വലിയ മെസ്സേജായിട്ട് നിങ്ങൾ കാണണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഏറ്റവും നല്ല വഴി കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി പൊളിറ്റിക്സ് കേരളയില് രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ വിനോദ് കുമാർ എത്തും. പാർട്ടി രഹസ്യങ്ങളുടെ ചുരുളുകൾ പലതും അദ്ദേഹത്തിന് അഴിക്കാൻ പറ്റിയിട്ടില്ല. രക്തസാക്ഷി ഫണ്ടടക്കമുള്ള തട്ടിപ്പടക്കമുള്ള ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയാണത്. വിഷ്ണുന്റെ രക്തസാക്ഷി ഫണ്ടടക്കം വിവാദമായി നിൽക്കുന്ന ഒരു സമയമാണ് പറയാൻ. അല്ല, അത് പാർട്ടി ഇടപെട്ട് വളരെ ഇടപെട്ട് അതിനകത്ത് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല എന്നറിയാം. തുറന്ന് തന്നെ പറയുകയാണ്. എല്ലാവിധ ആശംസകളും. ശരി, താങ്ക് യു.